മക്കളെ എന്താ വർത്താനം സുഖല്ല കുഞ്ഞുമോളെ ഇപ്പൊ നമ്മളൊരു നല്ലൊരു അടിപൊളി യാത്രയിലാണല്ലേ അപ്പൊ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആ സ്ഥലത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ എത്തിയിട്ട് ബാക്കി പരിപാടികളൊക്കെ കാണിച്ചു തരാം നമ്മള് പറയ് പറയ് വന്നീനോ എന്നിട്ടോ അപ്പൊ നമ്മള് ആ സ്ഥലത്ത് എത്താനായിട്ടാ ഇതൊക്കെ കുഞ്ഞുമോളെ ബോർഡ് കണ്ടത് ഹിമ കെയർ ഹോം കേട്ടാ നമ്മള് കാളികാവിലാണ്. അപ്പൊ ഞങ്ങള് കഴിഞ്ഞ വർഷം ഞങ്ങള് ഒരു എന്താ പറയാ ഇൻഫ്ലുവൻസേഴ്സിന്റെ കമ്മ്യൂണിറ്റി ഞങ്ങളെ ഗ്രൂപ്പ് വഴി എല്ലാരും കൂടി ഇവിടെ വന്നീനി. അപ്പൊ ഞങ്ങൾ 2ാമത്തെ വർഷമാണ് ഇത് തുടർന്ന് പോരുന്നത് 3ാമത്തെ വർഷമാണ്. ഞങ്ങൾ വരുന്നത് 2ാമത്തെ വർഷം. ഓക്കെ അപ്പൊ ഇതൊക്കെ ആ ഒരു സ്ഥലം അടിപൊളിയാണ്. അപ്പൊ എല്ലാരും വന്നിട്ട് നമ്മൾ അങ്ങോട്ട് കയറാം, ഇവിടെ വെയിറ്റ് ചെയ്യാട്ടാ. ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞ ഹിമയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫാമിലി അടക്കം നമ്മൾ കഴിഞ്ഞ വർഷം വന്നതാണ്. അപ്പൊ ഈ വർഷം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ ഇന്നൊരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി യൂട്യൂബേഴ്സ് ഒരുമിച്ച് ഇവിടെ കൂടുകയാണ്. അതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളിതൊക്കെ ഹിമയിലെ ആ ഒരു നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുള്ള സ്ഥലത്തേക്കാണ് ആദ്യം വരേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കുറേ ആളുകളുണ്ട്, കുറേ ആളുകളെ കെയർ ചെയ്യണ സ്ഥലം കേട്ടോ. നല്ലൊരു എന്താ പറയുക പ്രകൃതി കൊണ്ട് മനോഹാരിത തീർത്തിക്കുന്നത്. ഇതാണ് നമുക്ക് ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന സ്ഥലം. ഇവിടുത്തെ മുഴുവനായിട്ടുള്ള ആളുകളെ നമുക്ക് കാണിക്കൂല കേട്ടോ. നമ്മളിവിടുത്തെ പ്രോഗ്രാം കാര്യങ്ങൾ നമ്മളെന്തിനാണ് വന്നത്, ഒരു ദിവസം വരപ്പം കൂടാനാണ് വന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം, അതിനാണ് വന്നിട്ട്. അപ്പോൾ ഇവിടുത്തെ നല്ല ഭംഗിയുള്ള സ്ഥലം, ഇവിടെയൊക്കെ താമസിച്ചാൽ തന്നെ നമ്മുടെ മനസ്സ് നല്ല രീതിയിൽ ആശ്വാസമാവും. അത്രക്കും അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ്, നല്ല രീതിയിലുള്ള സ്ഥലം. എന്ത് ചെയ്യുമ്പോളെ മീൻതാ കുഞ്ഞു മീനുകള് നല്ല അടിപൊളി ഗപ്പികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നല്ല കളേഴ്സ് ഇതൊക്കെ നമ്മളെ ഫുൾ ടീംസ് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് എന്താണ് തിന്ന് വരണേന്ന് വെച്ചാൽ എനിക്കും തരണം. ഇതൊക്കെ നമ്മളെ കോട്ടക്കൽ കാക്ക പൊങ്ങ ഇടുന്ന ടീ ഇത് പുള്ള എന്നാ പിടിച്ചോളി പൊടിച്ചിയാ. കുറേ ആൾക്കാർ വരാണ്ട് കേട്ടോ. അപ്പോൾ ഹിമ ഹോം കെയറിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് ഇവിടെ താമസിച്ച് നല്ല ഉഷാറായിട്ട് പോകാൻ തന്നെ തോന്നും. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇവിടുത്തെ ആളുകളൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരാളെ കാണിച്ചു കൊണ്ട് ചെയ്യാനല്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്കൊരു കാര്യങ്ങൾ നിങ്ങൾ ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ ഓരോരോ പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനായിട്ടുള്ള നല്ല സൗകര്യങ്ങളുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്താൽ അത് ഇവിടെയുള്ള ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിലേക്ക് ഉപകാരപ്പെടും. അതാണ് നമ്മളും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളൊരു ദിവസം ഇവരെ കൂടെ കൂടുന്നതും ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. ഓക്കെ ഇതൊക്കെ നമ്മളെ ഷിയമോളും ഷസമോളും കിട്ടിയ ഗ്യാപ്പിൽ ഈ ഒരു സ്ഥലത്ത് നല്ലൊരു റീൽസ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഇവിടെ തളപ്പട്ട തളപ്പൊട്ടാ ഇതൊക്കെ എല്ലാവരും വീഡിയോ എടുക്കലാണ് കേട്ടോ. ഫുള്ളായിട്ട് വീഡിയോ എടുക്കലാണ്. അപ്പം ഞങ്ങളിവിടെ മാക്സിമം വീഡിയോ എടുത്ത് ഇന്ന് വരെ കൂട്ടത്തിൽ അടിച്ചു പൊളിക്കും. അപ്പോൾ ഇവിടെ പരിപാടി തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. എല്ലാവരും ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാവരും കൂടി ഒന്ന് അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ ഇൻഫ്ലുവൻസ് സമൂഹത്തിൻ്റെ ചിന്തകളിൽ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് യൂട്യൂബേഴ്സ് ഫാമിലി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. 2 വർഷത്തിലേറെയായി ഈ കുടുംബം ഹിമയോട് ചേർന്ന് നിന്ന് ഇവിടെയുള്ള സ്നേഹാർദ്രമായ ജീവകാരുടെ പ്രവർത്തനത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളെ ഒന്ന് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാനും നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന്റെ മഹത്വവും മഹാത്മ്യവും ചെറിയ വാക്കുകളിൽ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനുമാണ് ഞാൻ എണീറ്റുന്നത്. ഓൾഡ് ഏജ് ഹോം അതല്ലെങ്കിൽ വൃദ്ധസദനം അതല്ലെങ്കിൽ ഇത്തരം ഒരു കേന്ദ്രം എന്ന് പറയുമ്പോൾ മക്കൾക്കും ബന്ധുക്കൾക്കും പ്രായം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ നടതണ്ടാനുള്ള ഒരു ഇടമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഒരു ധാരണ നമ്മളൊന്ന് തിരുത്തേണ്ടതുണ്ട്. പകരം ബന്ധുക്കളും അവരെ സംരക്ഷിക്കാൻ ആളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംരക്ഷിക്കാൻ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് പ്രോസസ്സും
നേരെ മറിച്ച് സംരക്ഷിക്കാനും ഏറ്റെടുക്കാനും ആളില്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് എല്ലാം ആയി തീരാൻ, മക്കളില്ലാത്തവർക്ക് മക്കളാവാൻ, സഹോദര സഹോദരിമാരില്ലാത്തവർക്ക് അതായി തീരാൻ മാതാപിതാക്കളുടെ കരുണയും തലോടലുമാണ് ആവശ്യമെങ്കിൽ ആ ഒരു തരത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ, അങ്ങനെ ആരോരുമില്ലാത്തവർക്ക് എല്ലാവരുമായി തീരാനുള്ള ഒരു ശ്രമമാണ് ഹിമ ഇതിനകം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വലിയ മനുഷ്യരോട് ഈ സ്ഥാപനത്തിന് ചെറിയ രീതിയിൽ അഭ്യർത്ഥിക്കാനുള്ളത്, ഈ സ്ഥാപനത്തിന് ഇത്രയും ആളുകൾക്ക് സ്നേഹകാരുണ്യം നൽകുന്ന ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ഞങ്ങൾ ആരെയും സമീപിക്കാറില്ല. ഇതിന് റിസീവർമാരില്ല. ഇതിന് ഒരു 5 അംഗ ട്രസ്റ്റ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ ഒരു മാസം ഏകദേശം 10 ലക്ഷം രൂപയോളം ചെലവ് വരുമ്പോൾ അത് ദൈവകൃപ കൊണ്ട്, സുമനസ്കരായ ആളുകളുടെ ഉദാരത കൊണ്ട് ഇവിടെ ഓഫീസിൽ ഏൽപ്പിക്കുകയും അതിന്റെ റെസിപ്റ്റ് കൈപ്പറ്റിക്കൊണ്ട് ഇതിന്റെ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പഠിക്കേണ്ടത്, ഉദ്ദേശശുദ്ധിയോടുകൂടെ സമൂഹത്തിന്റെ ഒരു സങ്കടം അകറ്റാൻ നമ്മളൊന്ന് കൈകോർത്താൽ അതൊരിക്കലും ഒരാളുടെയും ചുമലിൽ വലിയൊരു ഭാരവും ബാധ്യതയുമാകാതെ സ്മൂത്ത് റണ്ണിങ് സുഗമമായി നടത്താൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഹിമ. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷവും ഈ യൂട്യൂബേഴ്സ് ഫാമിലി ഇങ്ങനെ പറയുന്നതാണ് എനിക്കിഷ്ടം. ഈ ഒരു കുടുംബം ഇവിടെ സന്ദർശിച്ചതിന് ശേഷം വിദൂര ദിക്കുകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ സ്ഥാപനത്തെ സഹായിക്കാൻ ആളുകൾ തേടി വരികയും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തത് നന്ദിയോടുകൂടെ പ്രാർത്ഥനാപൂർവ്വം ഞാൻ അനുസ്മരിക്കുകയാണ്. കാരണം സ്നേഹവും കാരുണ്യവും അർത്ഥശൂന്യ അക്ഷരക്കൂട്ടങ്ങളായി മാറുന്ന പുതിയ കാലത്ത്, പെറ്റൊഴിഞ്ഞ വയറിനും പൊക്കിൾക്കൊടി ബന്ധത്തിനും വാടക നിശ്ചയിക്കുന്ന വില നിശ്ചയിക്കുന്ന കാലത്ത്, സ്നേഹവും കാരുണ്യവും തേടി അറിയുന്ന ഒരു സമയത്ത് ആരോരുമില്ലാത്തവർക്ക് എല്ലാവരുമായി തീരാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ പരിശ്രമം ചെറിയ കാര്യമല്ല. അല്ല, മലബാർ ടൂറിസം കൗൺസിലിന്റെ പ്രധാനപ്പെട്ട, അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. അവർ വളരെ വയനാട്ടിൽ ദീർഘദൂരം യാത്ര ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തെ അറിയാൻ, ഈ നന്മക്ക് ഒരു സപ്പോർട്ട് നൽകാൻ. അങ്ങനെയാണ് ലോകം, അങ്ങനെയാണ്. അങ്ങനെ ഈ ഒരു സപ്പോർട്ടിന് വലിയ സ്വാധീനമുണ്ട്. കാരണം നിങ്ങളെല്ലാം ഒരാളുകളല്ല, ആയിരങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധികളാണ് ശരിക്കും യൂട്യൂബേഴ്സ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളാണ് നാളത്തെ ലോകം എന്തു ചിന്തിക്കണമെന്നും എന്തു ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് സ്ക്രീനുകളാണ്. അങ്ങനെയാണ്, സ്ക്രീനുകളാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മോൾഡിംഗ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഒരുപക്ഷെ 10, 50, 100 ആളുകളാണെങ്കിൽ അത് 1000, 10,000 മില്യൺസിലേക്കാണ് ഇതിന്റെ സന്ദേശങ്ങൾ കൈമാറ്റപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പ്രവർത്തനം, പ്രത്യേകിച്ചും ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഇവിടെ ശ്രമിക്കുന്ന ഈ മലബാർ ടൂറിസം കൗൺസിലിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ സ്ഥാപനത്തിന്റെ പേരിൽ അറിയിക്കുകയാണ്. എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം കളിയാടാമീ ഇടിമരത്തണലോരം കളിയാടാമീ ഇടിമരത്തണലോരം. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. പുടവയണിഞ്ഞ് മനവാണച്ചമയണം, വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തെ അത്തര് ഭൂഷിത്തന്നിടണം. ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് വരുന്നതിന് വരെ ഈ സ്ഥാപനത്തിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഞാൻ വിചാരിച്ച് മാനുക്ക കൂട്ടിക്കൊണ്ടുവന്ന ഏതോ റിസോർട്ടിലേക്കാണോ തോന്നിക്കുന്നത്. അത്ര ഭംഗി. അപ്പൊ ആരോരുമില്ലാത്തവർക്ക് ഒരു ദിവസത്തെ അത്താണിയാവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് കേട്ടോ. ഈ ഒരു ദിവസം ഇവർക്ക് കൂടെ കൂടുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളും ഉദ്ദേശിച്ചത്. അപ്പൊ മാക്സിമം ഞങ്ങൾ അവരുടെ കൂടെ, അവരുടെ പാട്ടിലും ഞങ്ങളിൽ കൂട്ടത്തിലുള്ളവരുടെ പാട്ടുകളും ഒക്കെ പാടി അടിച്ചു പൊളിച്ചു. അപ്പൊ അതിനുശേഷം മലബാർ ടൂറിസം കൗൺസിലിന്റെ ഒരു മൊമെന്റോകളൊക്കെ ഞങ്ങൾ എല്ലാവരും ഏറ്റുവാങ്ങിയതിന്റെ ശേഷം ഞങ്ങൾ സന്തോഷകരമായിട്ട് പിരിഞ്ഞു. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.